നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ഇനി എന്ത് ആക്ഷനാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു റീഡിംഗ് ആണ്. ഈ ഒരു സമയത്ത് കൂടുതൽ പേരും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് നൽകണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് സ്ട്രോങ് ആയിട്ട് തന്നെ അപ്പോളജൈസ് ചെയ്യണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് കൊണ്ട് തന്നെയായിരിക്കണം ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു സെപ്പറേഷനിലേക്ക് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ക്ഷമാപണം നടത്തണം എന്ന് ആ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി ഒരുപാട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് ഓൾറെഡി ആ വ്യക്തിയുടെ ലൈഫിലുണ്ട്. എന്നിരുന്നാൽ പോലും ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും കൈവിട്ട് കളയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. മേ ബി ആ വ്യക്തിക്ക് സ്റ്റഡീസിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സമയമായിരിക്കാം. ഒരുപാട് എന്താണ് എനർജീസ് ആ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് ഒപ്പോസിങ് എനർജീസ് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയമായിരിക്കാം. എന്നിരുന്നാൽ പോലും ആ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ആ ലൈഫിലേക്ക് ആ വ്യക്തി അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഈ ഒരു സമയത്ത് ആ വ്യക്തി നേടിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ റിലേഷൻഷിപ്പ് വിട്ടുപോകാനോ മറക്കാനോ ഒന്നും ആ വ്യക്തിക്ക് ഒരിക്കലും കഴിയുന്നതല്ല. ആ വ്യക്തിയുടെ ലൈഫിലെ ഹാപ്പിനെസ് നിങ്ങൾ അവരുടെ കൂടെ ഒപ്പം ഉള്ളപ്പോൾ മാത്രമാണ് എന്ന് ഈ ഒരു സമയത്ത് ആ വ്യക്തി റിയലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങളെ വിട്ടു പോകാൻ കഴിയുന്നില്ല. ഈ ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ന് കാണുന്നു. അതായത് നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങൾ രണ്ടുപേരും ഈ ഒരു സെപ്പറേഷനിൽ മനസ്സിലാക്കുന്നുണ്ട്. മേ ബി ആ വ്യക്തി കൂടുതൽ അത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യാണ്. ആ വ്യക്തി നിങ്ങളിലേക്ക് ഓടിയെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു ഒരു ചാൻസ് ഒരു 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 ചാൻസ് കൂടി ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾ കൊടുക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷെ ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ആ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ ആ വ്യക്തി ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ. ആ വ്യക്തിയുടെ മനസ്സിൽ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പില് ഈ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ് ആ വ്യക്തിക്ക് ഒട്ടും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സ് ചാഞ്ചല്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യരുത്? ഒരുപാട് കൺഫ്യൂഷനിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത്. ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. ഓക്കെ. എന്ത് തന്നെ പ്രതിസന്ധി ഘട്ടങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലുണ്ടോ, ആ വ്യക്തി ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളിലാണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള റിയൂണിയനിലാണ് ആ വ്യക്തി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നതാണ് ആ വ്യക്തിയുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങൾ തമ്മിലൊരു റീകൺസിലേഷൻ പോസിബിൾ ആകണമെന്ന് ആ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ. ആ വ്യക്തിയുടെ ഡ്രീംസിൽ ആ വ്യക്തി എപ്പോഴും നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു ജീവിതമാണ് ആ വ്യക്തി ഡ്രീം ചെയ്യുന്നത്. പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് ആ വ്യക്തി മനസ്സിലാക്കുകയാണ്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആ വ്യക്തി മനസ്സിലാക്കുകയാണ് എന്താണ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഫ്രീഡം, എന്താണ് റിലേഷൻഷിപ്പ് മുന്നോട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്തിരുന്ന ഹാപ്പിനെസ് എല്ലാം ആ വ്യക്തി ഒരു സമയത്ത് റിയലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ഒറ്റപ്പെട്ട ജീവിതത്തിൽ പോലും ഈ ഒരു ഏകാന്തതയിൽ പോലും ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റീകൺസിലേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി മനസ്സിലാക്കുന്നുമുണ്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ റിയൽ വാല്യൂ. ഓക്കെ. ഐ ക്യാൻ ഫീൽ യുവർ ലവ്. എനിക്ക് നിന്റെ പ്രണയം ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. മേ ബി നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണ് എങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളുടെ പ്രണയം അറിയുന്നുണ്ട്. ഓക്കെ. യു ആർ മൈ ഹെവൻ ഓൺ എർത്ത്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ആണ് വരുന്നത്. ഈ ഭൂമിയിലെ ഒരു സ്വർഗം നീ തന്നെയാണ് എന്ന് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ.
ആൻഡ് ഫൈനലി ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. യെസ്, ഡെഫിനിറ്റ്ലി ഈ പേഴ്സൺ നിങ്ങളോട് ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവാം. ആ വ്യക്തി ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു മിസ്റ്റേക്ക് ഞാനാണ് ആ ഒരു മിസ്റ്റേക്ക് ചെയ്തത്. അതുകൊണ്ട് ആ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളോടത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ലവ് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ഓക്കെ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ മാക്സിമം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങൾക്കും ഒരു ചേഞ്ച് വരുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റ് ഓവർ തിങ്കിങ് ഒന്നും ചെയ്യാണ്ട്, നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യാണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഒരു ഡിവൈൻ ടൈമിംഗ് വരുന്നുണ്ട്. ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ മേ ബി ഈ ഒരു സെപ്പറേഷൻ മാറുന്നതായിരിക്കാം. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വരുന്നുണ്ടാവാം. യെസ്, നിങ്ങളുടെ പ്രണയത്തിൻ്റെ യഥാർത്ഥമായ വാല്യൂ നിങ്ങൾക്ക് കിട്ടാനുള്ള സമയമാണ്. ആ വ്യക്തി നിങ്ങൾക്ക് ആ ഒരു വാല്യൂ തരുന്ന സമയമാണ്. അതിനെക്കുറിച്ച് തന്നെയായിരിക്കാം ആ വ്യക്തി ചിന്തിക്കുന്നതും. ആൻഡ് മേക്ക് എ ചോയ്സ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്ത് ഡിസിഷൻ ആണോ നിങ്ങൾക്കിപ്പോൾ എടുക്കാനായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നത്, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ചോയ്സ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള ഈ സ്റ്റക്നെസ്സിൽ നിന്നൊരു ഫ്രീഡം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് അട്രാക്ഷൻ, ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു സമയമാണ്. ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ റിയൽ ആയിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ വാല്യൂ ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ആൻഡ് എല്ലാ കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്ട്രെങ്ത് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളോട് ഫിസിക്കൽ അട്രാക്ഷനും സ്പിരിച്വൽ അട്രാക്ഷനും ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഒത്തിരി നാൾ കൂടി പോലും വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമില്ല. ഈ ഒരു സമയത്ത് പല കാര്യങ്ങളും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരുപാട് റിയലൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിന്റെ വാല്യൂ നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കുന്നുണ്ട്. യെസ്, ഫൈനലി ദ ന്യൂ ബിഗിനിങ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് ഇപ്പോൾ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഒന്നും ഓർത്ത് വറി ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല. നത്തിങ് ടു വറി അബൌട്ട്. ദാറ്റ് മീൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് ഇപ്പോൾ വരാനായിട്ട് പോകുന്നത്. ആ വ്യക്തി തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ഡിസിഷൻ എടുത്തിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിന് ഒരു ജസ്റ്റിസ് നൽകണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. യെസ്, റീച്ചിങ് ഔട്ട്. ആ വ്യക്തി ഷുവർ ആയിട്ടും നിങ്ങളിലേക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മേ ബി നിങ്ങൾക്ക് ഒരു കോൾ, ടെക്സ്റ്റ് മെസ്സേജ് എന്തെങ്കിലും വരാനായിട്ടുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്കെങ്കിലും ഇത് ഈ ഒരു സാധ്യത ഇവിടെ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് ആണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. പല കാര്യങ്ങളും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെ ആ വ്യക്തി റിയലൈസ് ചെയ്തത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് ഒരു രീതിയിലും ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ഒരു സാഹചര്യങ്ങളും ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളുമായിട്ടുള്ള റീകൺസിലേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആ വ്യക്തി എടുക്കുന്നതായിരിക്കാം. ഓക്കെ.